അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം മൂലമുണ്ടാകുന്ന അപകടം ഇതാദ്യമല്ല. ഇതുവരെ 50ഓളം ആളുകളാണ് ഉയരപാത നിർമ്മാണം തുടങ്ങിയ ശേഷം വിവിധ അപകടങ്ങളിൽ മരിച്ചത്. ഡിസംബറിലാണ് തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപാത. ആകാശപാതയുടെ പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അന്നു മുതൽ ഇന്ന് വരെ വിവിധ അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് 50ഓളം പേർക്കാണ്. ചെറുതും വലുതുമായ 100 കണക്കിന് അപകടങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ തുടർക്കഥ തന്നെയാണ്. വികസനം സാധ്യമായല്ലേ പറ്റുള്ളൂ. വികസനം സാധ്യമാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അപകടങ്ങളുണ്ടാകും. അത് ഈ കോൺട്രാക്ടർമാരുടെ ഈ പണിക്കാരുടെയൊക്കെ അനാസ്ഥ കൊണ്ടുണ്ടായ അപകടങ്ങളാണ്. എന്താണെങ്കിലും ഒരു 5-6 മാസം ഈ പ്രശ്നങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാക്ടർമാരും ഇതുപോലെ വർക്ക് എടുക്കുന്ന ആൾക്കാരുമാണ്. അവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് കൂടുതൽ അപകടങ്ങൾ. സുരക്ഷയെക്കുറിച്ച് ഇവർക്ക് യാതൊരു ബോധവുമില്ല. ഇവിടെ മേലിലെ ഭീമുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ താഴത്തൂടെ ജനങ്ങൾ പോകുന്നു. അതിനുള്ള സുരക്ഷാകരമായിട്ട് കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവർ 2 തകടി കഷ്ണമോ ഒരു മഞ്ഞ ചുവപ്പോ ഒരു ബാറ്റും വെച്ച് തടസ്സം പോലെ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നു. കൂടുതലും ജോലിക്കാർ ശരിക്കും ഇതുപോലെ ഇവർ തടഞ്ഞു നിർത്തുകയും വാഹനങ്ങൾ തടഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഇവർ ചെയ്യുന്നു. റോഡിലെ കുഴിമൂലമുണ്ടായ അപകടങ്ങൾക്ക് പുറമെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. ആംബുലൻസുകളടക്കം കുടുങ്ങുന്ന സാഹചര്യവും നിരവധി തവണയുണ്ടായി. മേൽപ്പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തെ നിർമ്മാണ സാമഗ്രികൾ നീക്കാത്തത് മൂലം കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാൽനടക്കാർക്ക് മാത്രമല്ല, വണ്ടിക്ക് പോലും പോകാൻ പറ്റില്ല. 1 വേ ട്രാഫിക്കാണ് ഇവിടെ. ഈ കുറച്ച് നാളായിട്ട് ഇതിന്റെ പണി തുടങ്ങിയപ്പോൾ തൊട്ട് 1 വേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സേഫ്റ്റി ഓഫീസർമാർ ഇവർ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മേളിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാളും ഹെൽമറ്റോ ബെൽറ്റോ ഷൂവോ ഒന്നും അവരുടെ ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധ വളരെ കുറവാണ്. നിർമ്മാണ സമയത്ത് കൃത്യമായ വാഹന നിയന്ത്രണം ഏർപ്പെടുത്താത്തതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. ഓഗസ്റ്റ് 17-നാണ് ഉയരപാത മേഖലയിൽ ഗർഡർ ഉറപ്പിക്കാൻ ഉപയോഗിച്ച സ്കൈ ബീം നിലം പതിച്ചത്. സമീപത്ത് വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ അന്ന് വലിയ ദുരന്തം ഒഴിവായി. ഇവയ്ക്ക് പുറമെ ഉയരപാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് അരൂർ മുതൽ തുറവൂർ വരെ ജനങ്ങളെ ബന്ദികളാക്കിയ അവസ്ഥയിലായിരുന്നു. 2026 ഫെബ്രുവരിയിലാണ് കരാർ പ്രകാരം നിർമ്മാണ കമ്പനിയുടെ കാലാവധി അവസാനിക്കുന്നത്. അപകടങ്ങൾ തുടർക്കഥയാക്കുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.